നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. സംഗതി വേൾഡ് കപ്പിൻ്റെ സന്നാഹ മത്സരമാണ്. റിസൾട്ടിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ വേൾഡ് കപ്പിനെത്തുന്ന കന്നിക്കാരായ ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം ഈ വിജയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാനഡയുമായിട്ടൊരു ത്രില്ലർ പോരാട്ടം. ആ ത്രില്ലർ പോരാട്ടത്തിൽ അവർ 10 റൺസിനാണ് വിജയിച്ചിരിക്കുന്നത്. മത്സരം ചെന്നൈയിൽ എം എ ചിദംബരം സ്റ്റേഡിയത്തിലായിരുന്നു. അവിടെ വെച്ച് 10 റൺസിൻ്റെ വിജയം ഇറ്റലി സ്വന്തമാക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇറ്റലി നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റ് 156 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ കാനഡയ്ക്ക് നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റ് 146 റൺസിലേക്ക് എത്താനേ പറ്റിയുള്ളൂ. ഇറ്റലിക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് ജെ സ്മട്സ് നടത്തിയത്. മുൻ സൗത്ത് ആഫ്രിക്കൻ താരമാണ്. 37-കാരനായിട്ടുള്ള സ്മട്സ്. അദ്ദേഹം 37 പന്തിൽ നിന്ന് 5 ഫോറും ഒരു സിക്സും അടക്കം 49 റൺസ് അടിച്ചു. പിന്നെ അവർക്ക് വേണ്ടി രണ്ടാമത്തെ ടോപ്പ് സ്കോററായത് ഹാരി മനൻഡിയാണ്. 25-കാരനായിട്ടുള്ള താരം 24 പന്തുകളിൽ നിന്ന് 4 ഫോറുകളുടെ സഹായത്തോടെ 33 റൺസ് അടിച്ച് പുറത്താകുന്നു. അതേസമയം ബെഞ്ചമിൻ മെനാൻറ്റി 11 പന്തുകളിൽ നിന്ന് 12 റൺസുമായിട്ടും പുറത്താകുന്നു. ഓപ്പണർമാർ രണ്ടുപേരും 22 റൺസ് വീതമാണ് അടിച്ചിരുന്നത്. ഓപ്പണർ ജസ്റ്റിൻ മോസ്ക 17 പന്തുകളിൽ നിന്ന് 22 റൺസ് അടിച്ചപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഓപ്പൺ ചെയ്ത ആൻ്റണി മോസ്ക 20 പന്തുകളിൽ നിന്ന് 22 റൺസ് അടിച്ചു. അങ്ങനെ ഇറ്റലി നിശ്ചിത 20 ഓവറുകളിൽ 156 റൺസാണ് അടിച്ചു കൂട്ടിയത്. 4 വിക്കറ്റ് 156. മറുപടി ബാറ്റിങ്ങിൽ മികച്ച തുടക്കമാണ് കാനഡയ്ക്ക് ലഭിച്ചത്. ആദ്യ വിക്കറ്റിൽ അവർ 55 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത യുവരാജ് ശർമ്മ 23 പന്തുകളിൽ നിന്ന് 5 ഫോറും ഒരു സിക്സും അടക്കം 33 റൺസ് അടിച്ചു. ഒപ്പം ഓപ്പൺ ചെയ്ത ദിൽപ്രീത് ബജ്വ 34 പന്തിൽ നിന്ന് 6 ഫോറുകളുടെ സഹായത്തോടെ 37 റൺസ് അടിച്ചു. 1 ഡൗൺ ആയിട്ട് ഇറങ്ങിയ നവനീത് ദലിവാൽ അടിച്ചത് 19 പന്തിൽ നിന്ന് 15 റൺസ് മാത്രമാണ്. എന്നാൽ 27 പന്തിൽ നിന്ന് 33 റൺസുമായിട്ട് നിക്കോളാസ് കീർട്ടൻ മികച്ചൊരു ഇന്നിങ്സാണ് കളിച്ചത്. മറ്റാർക്കും മികവ് കാണിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് കാനഡ വീണു പോയത്. അതിനുശേഷം വന്ന ഹർഷ് താക്കർ വെറും 3 റൺസുമായിട്ട് മടങ്ങി. വിക്കറ്റ് കീപ്പറായിട്ടുള്ള ശ്രേയസ് മോവ 6 റൺസുമായിട്ട് മടങ്ങി. അങ്ങനെ അവരുടെ ഇന്നിങ്സിന് ഗതിവേഗം നഷ്ടപ്പെടുകയും ഒടുവിൽ 6 വിക്കറ്റ് 146 എന്ന നിലയിൽ 20 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ലക്ഷ്യത്തിന് 10 റൺസ് അകലെ അവരുടെ ഇന്നിങ്സ് അവസാനിക്കുകയും ചെയ്തു. അങ്ങനെ ഇറ്റലി 10 റൺസിൻ്റെ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ വേൾഡ് കപ്പിന് മുമ്പ് ഇറ്റലിക്ക് ഒരു കളി കൂടി വാമപ്പ് മത്സരമുണ്ട്. അത് ഫെബ്രുവരി 6 UAE-ക്കെതിരെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.